ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചു, ക്ഷമിക്കണം. വീഡിയോ ഓണാക്കിയില്ല, ഇപ്പോൾ ഓണാക്കിയ. ആശകൾ 1000 എന്നൊരു സിനിമ കണ്ടു. ഇപ്പൊ കണ്ടിറങ്ങിയോളൂ. ഇന്നാണ് ഇറങ്ങുന്നത് ഇവിടെ പടം. ഇന്നാണ് ഫസ്റ്റ് ഡേ. അപ്പോൾ ഞാൻ പോണ്ടിയിലാണ് കണ്ടത്. ഇവിടെ നൈറ്റ് ഷോ ഉള്ളൂ 10:40 രാത്രി. നാട്ടിലല്ല, ഞാനിവിടെ പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ ഇവിടെയാണ് പടം കണ്ടത്. ആൻഡ് സിനിമ എങ്ങനെയുണ്ടെന്നതേ റാസിക്ക് കൊടുക്കാം. റാസി പറഞ്ഞോളൂ. ഇഷ്ടായില്ലേ? കഴിഞ്ഞ ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു. ഒരു ഫാമിലി, ഡാഡി സൺ ഈഗോ ഫൈറ്റ്, അതൊക്കെ തന്നെ ലൈക്ക് കോമൺ ആയിട്ട് നടക്കുന്ന പോലത്തെ. സെക്കൻഡ് ഹാഫ് കുറച്ച് ഫാമിലി ആയിട്ട് എന്താ പറയുക, ഒരു ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ടാകുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സംഭവമൊക്കെ എനിക്ക് കുറച്ച് കണക്റ്റായി. ഞാൻ ഡാഡിയായിട്ട് അത്ര സംസാരിക്കാറില്ലല്ലോ, അതേമാതിരി. ഇവന്റെ പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ലൈക്ക് അതേമാതിരി ഡാഡിയും സണ്ണായിട്ടുള്ള ഇഷ്യൂസ്. ഇവന് പേഴ്സണൽ ഇഷ്യൂ എടുത്തിട്ട് മതി സിനിമയിലെ കിടക്കാൻ. പേഴ്സണൽ കാര്യങ്ങളില്ല. ഫണ്ണായിരുന്നു, കോമഡി ആയിരുന്നു, കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ഇല്ലേ, ഞാൻ പറയട്ടെ, ഇവനും പറയാൻ കൊടുത്ത അബദ്ധായി. മോളിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പൊ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ജി പ്രജിത്ത്. പുള്ളിക്കാരൻ്റെ മുമ്പത്തെ പടങ്ങൾ ഏതാ? ആദ്യത്തെ പടം വടക്കൻ സെൽഫി. അയ്യോ, അതൊരു ടൈമായിരുന്നു കേട്ടോ. കാരണം കുറച്ച് വാക്കുകളുണ്ട്, കൊലമാസ്, മരണമാസ്, ആ പാട്ടുകളും. നിവിൻ പോളിയുടെ ഒരു പ്രൈം ടൈമിലെ പടം, ഹിറ്റ് പടം. ഒരിക്കലും വടക്കൻ സെൽഫി പടം അങ്ങനെ വിചാരിച്ച് വരരുത്. ഇതൊരു ഫാമിലി ഓഡിയൻസിനാണ്, ട്രൂ ഫാമിലി ഓഡിയൻസിനെ പറ്റിയൊരു പടമാണ്. യൂത്ത് ഓഡിയൻസിനെ പറ്റിയതല്ല. വേണേ വന്ന് കാണാം. ഓക്കെ, മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാം. ഒരു കുഞ്ഞു പടോടാ. ഡ്യൂറേഷൻ വൈസിലായിട്ട് പറയുന്നത് 2.25 മണിക്കൂർ എങ്ങാനും ഉണ്ട് പടം. ബട്ട് അങ്ങനെയല്ല, പെട്ടെന്ന് തീരും, വളരെ പെട്ടെന്ന് തീരും. വളരെ എൻഗേജിങ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. ആക്ച്വലി ഞാനൊക്കെ ഒരു പടം കാണുമ്പോൾ ഏകദേശം ഒരു ടൈം എത്തുമ്പോൾ ഫോൺ നോക്കി ഇൻ്റർവെൽ ആവാറായോ എന്നൊരു ഗസ് അടിക്കാൻ വേണ്ടി എടുത്ത് ഫോൺ നോക്കാറുണ്ട്. ഞാൻ ഇതിലങ്ങനെ ചെയ്തില്ല. പടം തുടങ്ങിയതും ഇൻ്റർവെല്ലേ പെട്ടെന്ന് തീർന്നു, അത്ര എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫും നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ പിന്നെ നോർമലി ഉണ്ടാകുന്ന ഇമോഷണൽ രംഗങ്ങൾ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അവസ്ഥയാണ് പടം. കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞ് ഞാനും പേഴ്സണൽ കാര്യങ്ങളേക്ക് പോവാം. വേണ്ട, ഇല്ല. അപ്പോൾ ജയറാമിൻ്റെ കഥാപാത്രം ഹരിഹരൻ എന്നൊരു ക്യാരക്ടറാണ്. 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടി, പിന്നെ ഒരു മൂത്ത മോനാണ് കാളിദാസ് ജയറാം ചെയ്ത ക്യാരക്ടർ. അജീഷ്, വൈഫ് ആശ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ നെയിം. പിന്നെ ഉണ്ടാവുന്ന വീട്ടിലെ പ്രശ്നങ്ങളും ഈ മാസച്ചെലവും ലോൺ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഉന്തി നീക്കണമല്ലോ. അപ്പം മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് പഠിപ്പിക്കാൻ ചിലവും കാര്യങ്ങളും ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കേസ് എന്ന് പറഞ്ഞാലും കുറേ സിനിമ കണ്ട് ഇങ്ങനെ കാശ് തീർക്കുക. അയ്യോ, അധികം പേഴ്സണൽ ആവുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ കുറേ റിലേറ്റ് ചെയ്തു. എൻ്റെ ചില ഡയലോഗ്സുകൾ. ആൻഡ് പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട് പടത്തിൽ. ക്യാമിയോ കണ്ട വാവ് ഒന്നും പറയില്ല, അങ്ങനത്തെ വലിയ ക്യാമിയോസ് അല്ല, ചെറിയ ക്യാമിയോകളുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഓക്കെ ഹാപ്പി ആവും. അങ്ങനത്തെ കുറച്ച് നടന്മാരും പടത്തിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് റെഫറൻസുകളുണ്ട്. സത്യ എന്ന് പറഞ്ഞ ജയറാമിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിലൊരു ഡയലോഗുണ്ട്, ഞാൻ കൂളല്ല, മാസ് കൂൾ. ആ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അധിക റെഫറൻസുകൾ ഞാൻ പറയുന്നില്ല, അപ്പോൾ ആ ഒരു ഇതിൽ കിക്ക് പോവും. പിന്നെ നമ്മുടെ ദിൽ സലാം ആ ട്രാക്കിൻ്റെ ഒരു റീക്രിയേഷൻ ഉണ്ട്. അപ്പം അതിൽ തന്നെ ഈ പടത്തിൽ വരുമ്പോൾ ജയറാമും പെർഫോം ചെയ്യാൻ കാണാനൊക്കെ ഒരു നൊക്ലാജി അടിക്കും. എന്തോ ഒരു ചെറിയ പടം. പിന്നെ അവിടെ ഗോപാലൻ ആക്ട് ഉണ്ടാവും. പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പടം. പുള്ളിക്കാരൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് മനസ്സിൽ. ജൂഡ് ആൻ്റണി ജോസഫാണ് കഥ എഴുതിയേക്കുന്നത്. പിന്നെ ഒരാളും കൂടി എഴുതിയിട്ടുണ്ട്, അരവിന്ദ് രാജേന്ദ്രൻ, അങ്ങനെയാണ് പേര്. പിന്നെ മ്യൂസിക്കും സ്കോർ ചെയ്തേക്കുന്ന ഒരാളാണ്, ആളുടെ പേരെനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല, ക്ഷമിക്കണം. സോങ്സൊക്കെ നല്ല പാട്ടുകളാണ്. ഇപ്പോൾ റീക്രിയേഷൻ ആയാലും ദിൽ സലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നിയതാണ്, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. സോങ്സ് ആയാലും സ്കോർ ആയാലും നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന പോലെയല്ല, ഈ പടത്തിന് എന്താണോ വേണ്ട ഒരു മീറ്ററിൽ പോവും അങ്ങനെ എന്തോ. പിന്നെ ആശാശരത്തിൻ്റെ ക്യാരക്ടർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ക്യാരക്ടറാണ്. ഭയങ്കര ഈ
സമാധാനപരമായിട്ടാണ് വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. എനിക്കോ എന്തോ നല്ല രസമായിട്ടുള്ളൊരു പടം, ഒരു കൊച്ചു പടം, ഒരു സിമ്പിൾ പടം. അതാണ് എനിക്ക് തോന്നിയത് ഈ പടം കണ്ടിട്ട്. തമാശകളായാലും ഇപ്പം ഞാൻ ഇതിന് മുമ്പ് വൾഗറായിട്ടുള്ള ജോക്സ് ഒന്നുമല്ല. ഇപ്പം ഞാൻ നമ്മുടെ ഈ പടം സർവമായ അതിലെ തമാശകൾ രസമായിരുന്നു. ആ സിനിമയ്ക്ക് ചേരുന്നൊരു അനാവശ്യമായ കുത്തിക്കയറ്റുന്നൊരു തമാശകളായിട്ട് തോന്നുന്നില്ല സർവമായ ആയാലും. ഒരു ഈ പടം ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ പടം, അത് കുഞ്ഞു കുഞ്ഞു തമാശകൾ, ഒരു ചെറിയ ഒരു ചിന്നപ്പടം. സാറ്റിസ്ഫൈഡായി, ഭയങ്കര സാറ്റിസ്ഫൈഡായി. ഫാമിലി പടങ്ങൾ പൊതുവെ ഞാൻ ആക്ച്വലി ഇത് അവോയ്ഡ് ചെയ്യാൻ നിന്ന. ഞാൻ കൂടുതലും ഈ നമുക്കൊക്കെ പറ്റുന്ന ടൈപ്പ് വലിയ വലിയ പടം അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ എന്തോ വേറെ പടങ്ങൾ ഇവിടെ ഇല്ല, കളിക്കുന്നില്ല. അങ്ങനെ പോയി അന്നാ കാണാമെന്ന് വിചാരിച്ചതാണ്. കണ്ടതിൽ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിഷ്ടമായി, എൻ്റെ അഭിപ്രായമാണ്. നല്ലോണം റിലേറ്റ് ചെയ്തു കുറേ. അങ്ങനൊരു കൊച്ചു പടം, അതാണ് എനിക്ക് ആശകൾ 1000.